ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. തനിക്ക് അത്ലറ്റിക്കോ വിട്ടുകൊണ്ട് ബാഴ്സയിലേക്ക് പോകണം എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ അർജന്റീൻ സൂപ്പർ താരമായ ഹൂലിയൻ ആൽവരസ് അത്ലറ്റിക്കോയെ അറിയിച്ചതാണ്. എന്നാൽ അത്ലറ്റിക്കോ വാശിയിലായിരുന്നു. അതായത് ഈ താരത്തെ ബാഴ്സക്ക് വിട്ടുകൊടുക്കാൻ അത്ലറ്റിക്കോ ഒരുക്കമായിരുന്നില്ല. അവരുടെ പ്രസിഡന്റ് ഈയിടെ അക്കാര്യം തുറന്നു പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഹൂലിയന് ഇത്തവണ എന്തായാലും പോയേ മതിയാകും. അങ്ങനെ ഒരു സങ്കീർണമായ സാഹചര്യത്തിലായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾക്ക് ഒരു അയവ് വരികയാണ് എന്നാണ് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ബാഴ്സക്ക് ഹൂലിയൻ ആൽവരസിനെ കൈമാറാൻ അത്ലറ്റിക്കോ മാഡ്രിഡ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ 3 നിബന്ധനകൾ അഥവാ 3 കണ്ടീഷനുകൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 150 മില്യൺ യൂറോ ഈ താരത്തിന് വേണ്ടി ലഭിക്കണം. അതിൽ നിന്ന് ഒരൊറ്റ ചില്ലിക്കാശ് പോലും കുറയില്ല എന്നുള്ള ഒരു നിലപാടിലാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഉള്ളത്. 150 മില്യൺ യൂറോ എന്ന് പറയുമ്പോൾ അതൊരു വലിയ തുകയായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കണ്ടീഷൻ, അത് സിംഗിൾ പേയ്മെന്റ് ആയിരിക്കണം. അതായത് ഇൻസ്റ്റാൾമെന്റ് ആയിക്കൊണ്ട്, തവണകളായിക്കൊണ്ട് അടച്ചാൽ പോരാ, ഒരൊറ്റ തവണയായിക്കൊണ്ട് തന്നെ 150 മില്യൺ യൂറോ മുഴുവൻ തുകയും ലഭിക്കണം എന്ന ഒരു കണ്ടീഷൻ അത്ലറ്റിക്കോ മാഡ്രിഡ് വെച്ചിട്ടുണ്ട്. കൂടാതെ ഒരൊറ്റ താരത്തെ പോലും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ കഴിയില്ല. അതായത് സ്വാപ്പ് ഡീൽ നടക്കില്ല. 150 മില്യൺ യൂറോ അത് പണമായിക്കൊണ്ട് തന്നെ ലഭിക്കണം. താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡീലിന് തങ്ങൾ ഒരുക്കമല്ല എന്നാണ് ഇപ്പോൾ ബാഴ്സയോട് അത്ലറ്റിക്കോ പറഞ്ഞിട്ടുള്ളത്. ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരൽപ്പം കോംപ്ലിക്കേറ്റഡ് ആയ കാര്യമാണ്. 150 മില്യൺ യൂറോ മുഴുവൻ പണമായിക്കൊണ്ട് ഒരൊറ്റ തവണയായിക്കൊണ്ട് അടക്കണം എന്നാണ് അത്ലറ്റിക്കോ ഇപ്പോൾ വാശി പിടിച്ചിട്ടുള്ളത്. അങ്ങനെ സംഭവിച്ചാൽ മാത്രമാണ് ഹൂലിയൻ ആൽവരസിനെ അവർ കൈമാറുകയുള്ളൂ. ഏതായാലും ബാഴ്സലോണ ഇത് അംഗീകരിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.